അതായത് എൻ്റെ ഉള്ളിലിരിക്കുന്നത് ഈശ്വരനാണെന്ന ആ സങ്കല്പം അനുഭവവേദ്യമാക്കുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇത് ഉറപ്പിക്കുന്ന ഒരാൾ ഒരിക്കലും തൻ്റെ സന്തോഷത്തിനായിട്ട് ഈ ലോകത്തിലുള്ള ഒരാളെയും ആശ്രയിക്കുകയില്ല. എന്തിനും ഏതിനും ഭഗവാൻ മാത്രം. സംസാരിക്കുന്നതും ഭഗവാനോടായിരിക്കും. ഇനി തൻ്റെ കൂടെ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ തന്നെ ഈശ്വരന്റെ സ്വരൂപങ്ങളാണ്. ഈശ്വരൻ ഭാര്യയുടെ രൂപത്തിൽ എൻ്റെ കൂടെ ഇരിക്കുന്നു, ഈശ്വരൻ ഭർത്താവിന്റെ രൂപത്തിൽ എൻ്റെ കൂടെ ഇരിക്കുന്നു, മക്കളുടെ രൂപത്തിൽ എൻ്റെ കൂടെ ഇരിക്കുന്നത് ഈശ്വരനാണ്. ഇങ്ങനെ എപ്പോഴും ഈശ്വരന്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ ഇവരിൽ ആര് നഷ്ടപ്പെട്ടാലും നമുക്കൊരു വിഷമവും ഉണ്ടാവുകയില്ല. അതേസമയം ഇങ്ങനെ ഒന്നുമല്ല എങ്കിൽ എൻ്റെ ജീവിത പങ്കാളി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല, എൻ്റെ മക്കളില്ലാതെ എനിക്കൊരു ജീവിതമില്ല, അവരാണ് എൻ്റെ സന്തോഷം, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു കാലത്ത് ഒറ്റപ്പെടുമ്പോൾ അത് അത്രയധികം ദുഃഖത്തെയാണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ ഒരു നിരാശയാണ്. ഇനി എന്തിന് ഞാൻ ജീവിക്കുന്നു, ഇനി ആർക്കു വേണ്ടി ഞാൻ ജീവിക്കുന്നു, എനിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ല എന്ന് നിരാശപ്പെട്ട് ജീവിക്കേണ്ടി വരും. അതേസമയം ഈശ്വര സാക്ഷാത്കാരമാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ കർമ്മവാസനകൾ ഒടുക്കലാണ് എൻ്റെ ലക്ഷ്യം. അതെ, ബാക്കിയെല്ലാം നമ്മുടെ ജീവിത യാത്രയിൽ നമുക്ക് തൽക്കാലത്തേക്ക് പല രീതിയിലുള്ള ഒരു സഹകരണത്തിനായിട്ട് ഒരു കുടുംബം എന്നൊരു അങ്ങനെ ഒരു സിസ്റ്റം, അല്ലാതെ അവരല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. അവരെ നോക്കുന്നത് പോലും അതും നമ്മൾ ചിന്തിക്കണം. നിങ്ങളൊരു ഗൃഹസ്ഥനാണെങ്കിൽ ഈ കുടുംബത്തെ ഈശ്വരനാണ് പരിപാലിക്കുന്നത്, എന്നിലൂടെയാണെന്ന് മാത്രം. എന്നെ ഒരു ഉപകരണമാക്കി നിർത്തിക്കൊണ്ട് ഈശ്വരൻ ഈ കുടുംബത്തെ പരിപാലിക്കുന്നു, അല്ലാതെ ഞാനില്ലെങ്കിൽ ഒന്നുമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. എന്നിലൂടെ ഈശ്വരനാണ് ഈ കുടുംബത്തെ പരിപാലിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരാശങ്കയുമില്ല.